നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ട് പച്ചക്കറി ഇനങ്ങളുടെ കൃഷിരീതിയാണ്. ആ പച്ചക്കറികൾ മത്തൻ, പീച്ചിൽ എന്നിവയാണ്. മത്തന് കൃഷിക്ക് അനുയോജ്യമായ കാലമെന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും ജൂൺ മുതൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ വരെയുള്ള കാലഘട്ടമാണ്. നടിയിൽ അകലമെന്ന് പറയുന്നത് 4.5 മീറ്റർ വരികൾ തമ്മിലും 2 മീറ്റർ ചെടികൾ തമ്മിലും ആണ് നടിയിൽ അകലം വേണ്ടത്. മത്തൻ അമ്പിളി ഇനത്തിലുള്ള വിത്താണ് ഉപയോഗിക്കേണ്ടത്. ഇടത്തരം വലിപ്പത്തിലുള്ള കായ്കളാണ് അതിൻ്റെ പ്രത്യേകത. ശരാശരി തൂക്കം 3.5 കിലോ മുതൽ 6 കിലോ വരെ ആയിരിക്കും ആ മത്തൻ്റെ ഒരെണ്ണത്തിൻ്റെ തൂക്കം. അത്യുൽപാദന ശേഷിയുള്ള ഇനമാണത്. പരന്നുരുണ്ട ഇടത്തരം വലിപ്പമുള്ള കായ്കൾ. ഇളം കായ്കൾക്ക് പച്ച നിറം, മൂക്കുമ്പോൾ ഓറഞ്ച് നിറം. ദേശീയ തലത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട ഇനമാണ് ഇത്. 90 മുതൽ 120 ദിവസം വരെ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ഇതിന് മൊസൈക്ക് രോഗം വരാൻ സാധ്യത കൂടുതലാണ്. 120 ദിവസം വരെയാണ് പരമാവധി ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലാവധി. 2 അടി വലിപ്പവും 1 അടി ആഴവുമുള്ള കുഴിയെടുത്താണ് നമ്മൾ നടീലിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടത്. 50 കിലോ ചാണകമോ കമ്പോസ്റ്റോ മേൽമണ്ണുമായി ചേർത്ത് കുഴികളിടുക. 4-5 വിത്ത് വീതം ഒരു കുഴിയിൽ പാകുക. മുളച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തടത്തിൽ നല്ല 2-3 തൈകൾ വീതം നിർത്തിയാൽ മതി. മേൽവളമായി ചാണകമോ കമ്പോസ്റ്റോ 30 കിലോ വീതം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് 15 കിലോ 2 പ്രാവശ്യമായി വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും നമ്മൾ കൊടുക്കണം. 2 ആഴ്ച ഒരിക്കൽ ചാണകം 1 കിലോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പൂക്കുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തറയിൽ പടരുന്നതിന് ഇടം നൽകണം. വളമിടുന്നതിനോടൊപ്പം കളപറിക്കലും ഇടയിളക്കലും ആവശ്യമാണ്. മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കണം. വേനൽക്കാലത്ത് പച്ചില, വിള അവശിഷ്ടം, വൈക്കോൽ എന്നിവ കൊണ്ട് പുതയിടണം. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2-3 ദിവസം ഇടവിട്ടും പൂവും കായുമുള്ള സമയത്ത് ഒന്നിടവിട്ടും നമ്മൾ നന നിർബന്ധമായി നടത്തണം. ഇത് മത്തൻ എന്ന പച്ചക്കറിയെ പറ്റിയുള്ള കൃഷി രീതിയാണ്. അടുത്തത് പീച്ചിലാണ്. പീച്ചിൻ്റെ സീസൺ ജൂലൈ, സെപ്റ്റംബർ മുതൽ ജനുവരി, മാർച്ച് വരെയുള്ള കാലഘട്ടമാണ്. വിത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു സെൻറ്റിന് 5 ഗ്രാം വിത്താണ് ആവശ്യം. 2 മീറ്റർ വരികൾ തമ്മിലും 2 മീറ്റർ ചെടികൾ തമ്മിലും അകലമുണ്ടാവണം. ഇടത്തരം വലിപ്പമുള്ള ഞരമ്പോടുകൂടിയ ഇളം പച്ച നിറത്തിലുള്ള കായ്കൾ, മൃദുവായ ദശയോടുകൂടിയ സ്വാദുള്ള ഇനമാണ് അർക്ക സുജാത് എന്ന ഇനത്തിൽപ്പെട്ട പീച്ചിൽ. ഇതിൻ്റെ കാലാവധി 100 ദിവസമാണ്. ശരാശരി വിളവ് 200 കിലോ വരെ ഒരു സെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. നടീൽ രീതികളും വളപ്രയോഗവും 2 അടി വലിപ്പവും 2 അടി ആഴവുമുള്ള കുഴി ആദ്യം എടുക്കണം. 10 കിലോ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് മേൽമണ്ണുമായി ചേർത്ത് കുഴികളിടണം. എന്നിട്ട് വിത്ത് പാകുക. ഒരു കുഴിയിൽ 3 വിത്ത് വീതം മുളച്ച് 2 ആഴ്ചകൾക്ക് ശേഷം ഒരു തടത്തിൽ നല്ല 2 തൈകൾ വീതം നിർത്തണം. മേൽവളമായി ചാണകമോ കമ്പോസ്റ്റോ 20 കിലോ വീതം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് 10 കിലോ 2 തവണകളായി വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും ആ ചെടികൾക്ക് നടണം. ചെടികളുടെ ചുവട്ടിലിടണം. 2 ആഴ്ചയിലൊരിക്കൽ ചാണകം 1 കിലോ വെള്ളത്തിൽ കലക്കി പുഷ്പിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ തളിച്ചു കൊടുക്കണം. വള്ളി വീശുമ്പോൾ പന്തലിട്ട് കൊടുക്കണം. വളമിടുന്നതിനോടൊപ്പം കളപറിക്കലും ഇടയിളക്കലും നടത്തണം. മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കണം. വേനൽക്കാലത്ത് വൈക്കോൽ, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, തൊണ്ട് ഇവയിലേതെങ്കിലും കൊണ്ട് പുതയിടണം. ആവശ്യാനുസരണം നനയ്ക്കുകയും വേണം. ഇത് മത്തൻ, പീച്ചിൽ എന്നീ 2 പച്ചക്കറികളെ പറ്റിയുള്ള അതിൻ്റെ ചെറിയ കൃഷിരീതിയാണ്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന 2 പച്ചക്കറി ഇനമാണ്. ഇതിത്ര മാത്രം. നന്ദി, നമസ്കാരം.